ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത +2 ഫിസിക്സിലെ റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാ കുട്ടികളും ഓടിച്ചെന്ന് പേപ്പറും പേനയും ഒരു കുപ്പി വെള്ളവും അതേപോലെ തന്നെ ജിയോമെട്രി ബോക്സും എല്ലാം എടുത്ത് റെഡി ആയിരിക്കുക കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും അപ്പോഴപ്പോഴത്തേനും നിങ്ങൾ പഠിച്ചു പോവുക. എല്ലാ ഡെറിവേഷൻസും റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള എല്ലാ ഡെറിവേഷൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, കൂടാതെ ഇതിൻ്റെ നോട്ട് ഞാൻ ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. സോ ഗൈസ്, നമുക്ക് തുടങ്ങാം. ഗൈസ് നോക്കിക്കേ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ഡെറിവേഷൻ ആണ്, ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. മോഡൽ എക്സാമിന് ഈ ഒരു റിലേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ആർ ആൻഡ് എഫ് എന്ന് പറയുമ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, സോ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാൻ നോക്കാം. സോ അതിന് നമ്മൾ ആദ്യം വരയ്ക്കേണ്ട ഒരു റേ ഡയഗ്രാം ആണ്. ഞാൻ ഈ റേ ഡയഗ്രാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് എ കോൺകേവ് മിറർ. അറിയാലോ, കോൺകേവ് മിറർ ആണ്. ഈ കോൺകേവ് മിററിന്റെ നടുക്കൂടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന ലൈൻ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. സോ ഈ കോൺകേവ് മിററും പ്രിൻസിപ്പൽ ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിന് ഞാൻ പറയുന്നതാണ് പോൾ എന്ന് പറയും. ഓക്കെ, ദെൻ ഈ പിയിൽ നിന്ന് ഒരു സർട്ടൺ ഡിസ്റ്റൻസ് എടുത്ത ശേഷം ഞാൻ എഫ് എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യും. ആൻഡ് ദിസ് പോയിന്റ് ഇസ് കോൾഡ് പോയിന്റ് ഓഫ് ഫോക്കസ് എന്ന് പറയും. ആൻഡ് പിയും എഫും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ എടുത്ത് ഞാൻ പിയിൽ നിന്ന് വേറൊരു പോയിന്റ് വരയ്ക്കും, ദാറ്റ് ഇസ് സി, ദാറ്റ് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ. സോ പിയും എഫും സി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും. ദെൻ എനിക്ക് ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വെച്ചേ, ഈ ഇൻഫിനിറ്റിയിലെ ഒബ്ജക്റ്റ് എന്നുള്ള ആ ഒരു റേ ആണ് ഇതാ വരുന്നത്. ഇതാ കണ്ടോ, ഈ റേ ഇങ്ങനെ വരുക. എ ബി എന്ന് പറയുന്ന ഇൻകമിങ് റേ ആണ്. ആ റേ നേരെ കോൺകേവ് മിററിൽ തട്ടിയ ശേഷം എന്ത് ചെയ്യുന്നു? റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്ട് ചെയ്ത റേ എവിടെ കൂടെ കടന്നു പോകുന്നു നോക്കിക്കേ, എഫിലൂടെ കടന്നു പോകുന്നു. കണ്ടോ, എഫിലൂടെ കടന്നു പോകുന്നു. ദെൻ നോർമൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിയിൽ കൂടെ കടന്നു പോകുന്നു. ആൻഡ് നോർമലും പ്രിൻസിപ്പൽ ആക്സിസും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അതേപോലെ റിഫ്ലക്റ്റഡ് റേയും പ്രിൻസിപ്പൽ ആക്സിസും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 2 തീറ്റയാണ്. ദെൻ എഫും പിയും തമ്മിൽ ഡിസ്റ്റൻസ് നമ്മൾ സ്മോൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്യും, ദാറ്റ് ഈസ് ഫോക്കൽ ലെങ്ത്, അതാണ് ഈ എഫ്. ദെൻ സിയും പിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ ആർ എന്ന് ഡിനോട്ട് ചെയ്യും, ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് നോക്കിക്കേ, സപ്പോസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു ഇരിക്കട്ടെ പബ്ലിക് എക്സാമിന്. ഏത് ഡെറിവേഷൻ വന്നോട്ടെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത് എന്താണ്? ഈ ഫിഗർ ആണ്. സോ എല്ലാ ഡെറിവേഷനും എന്തുണ്ടായിരിക്കും? ആദ്യം ഒരു റേ ഡയഗ്രാം ഉണ്ടായിരിക്കും. സോ ഈ ഒരു ഫിഗർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഈ ഫിഗറിന് മാർക്കുണ്ട്. ഓക്കെ, ഈ ഫിഗർ വരച്ച ശേഷം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലേ കാര്യങ്ങളൊക്കെ. 2 തീറ്റ എന്താണ്, തീറ്റ എന്താണ്, എ ബി എഫ് ഡി എഫ് ആർ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് നിങ്ങൾ എന്താ ഇംഗ്ലീഷിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയ ശേഷം മാത്രമേ നിങ്ങൾ ഡിറൈവ് ചെയ്ത് തുടങ്ങാവൂ. ഓക്കെ, ഇല്ലെങ്കിൽ അതിനുള്ള മാർക്ക് കുറയും. കാരണം നിങ്ങൾ വരയ്ക്കുന്ന ഫിഗറിനും നിങ്ങൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റിനും അവിടെ മാർക്കുണ്ട്. അതിനുശേഷം മാത്രമേ ഡിറൈവ് ചെയ്യാവൂ. കാരണം ഡെറിവേഷൻ എന്ന് പറയുന്നത് ഫ്രം ദിസ് ഫിഗർ ആണ് നമ്മൾ ചെയ്യുക, അല്ല ഞാൻ ആകാശത്തിൽ നിന്ന് പിറക്കി ചെയ്യുന്നതല്ല. ഞാൻ ഈ ഫിഗറിൽ നിന്നുമാണ് ഞാൻ ഡിറൈവ് ചെയ്യുന്നത്. സോ ഇപ്പൊ നിങ്ങൾ ഡെറിവേഷൻ മാത്രം പഠിച്ചുകൊണ്ട് എഴുതിയിരിക്കട്ടെ. ടീച്ചർ നോക്കുമ്പോൾ എ ബി സി ഡി ട്രയാങ്കിൾ ബി സി ഡി എല്ലാം കൂടെ ഇത് എവിടെ നിന്ന് വന്നു? ടീച്ചറിന് ക്വസ്റ്റ്യൻ തോന്നും. അപ്പൊ ടീച്ചർ എന്താ വിചാരിക്കുക? നിങ്ങൾ കോപ്പി അടിച്ച് ചെയ്തെന്ന് വിചാരിക്കും. ഓക്കെ, അതുകൊണ്ട് ടീച്ചർ മാർക്ക് ഇടില്ല. ചിലപ്പോൾ വെട്ടിക്കളഞ്ഞ് 0 ഇടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫിഗർ വരയ്ക്കുക. അതിനുശേഷം ഞാൻ ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഇംഗ്ലീഷിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതുക. ജസ്റ്റ് എഴുതിയാൽ മതി, ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി, ഒരു ചെറിയ പാരഗ്രാഫ് ആയിട്ട്. അത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്. ഈ പാരഗ്രാഫ് എന്ന് എഴുതുമ്പോഴത്തേക്കും വലിച്ചു വാരി ഒരു 1/2 പേജ് എഴുതി വെക്കരുത്. മാക്സിമം 4-5 വരി, 4-5 ലൈൻ അത്ര എഴുതിയാൽ മതി കേട്ടോ. ദെൻ അതിനുശേഷം ഡെറിവേഷൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ ഗൈസ് ശ്രദ്ധിച്ചിരുന്ന ഞാൻ ഡിറൈവ് ചെയ്യാൻ പോവുക. നോക്കിക്കേടാ, നമുക്കിവിടെ 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടല്ലേ. സോ 1 ഈസ് BCD. കണ്ടോ, ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്കുണ്ട്. അതേപോലെ BFD, ഇതും എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓക്കെ, ഒരു ട്രയാംഗിളുടെ ആംഗിൾ തീറ്റ ആണെങ്കിൽ വേറൊരു ട്രയാംഗിളുടെ ആംഗിൾ 2 തീറ്റ. സോ നമുക്ക് ആദ്യം എന്തെടുക്കാം? ട്രയാംഗിൾ BCD എടുക്കാം. ട്രയാംഗിൾ BCD നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ തീറ്റ ടാൻ കണ്ടുപിടിക്കാൻ പോവുക. ദാറ്റ് ഈസ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? BD. അഡ്ജസന്റ് സൈഡ് ഏതാണ്? CD. ഓക്കെ, ഇപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു BD ഡിവൈഡഡ് ബൈ CD. ഇത് ഇക്വേഷൻ 1 അവിടെ കിടക്കട്ടെ. അടുത്ത് നമ്മൾ ട്രയാംഗിൾ BFD കൺസിഡർ ചെയ്യുക. ഓക്കെ, ട്രയാംഗിൾ BFD. ഇവിടെ നമ്മൾ ടാൻ 2 തീറ്റ കണ്ടുപിടിക്കാൻ പോവുക. അപ്പൊ ടാൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു, അവിടെ എന്ത് തന്നെയാണ്? ടാൻ അല്ലേ. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഈ 2 തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഈ ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് BD. അഡ്ജസന്റ് സൈഡ് അടുത്തുള്ള സൈഡ് FD. അപ്പൊ ഇവിടെ എന്താണ്? BD ഡിവൈഡഡ് ബൈ FD. ഓക്കെ, ഇത് ഇക്വേഷൻ 2.
ഇവിടെ തീറ്റയും ടു തീറ്റയും വളരെ സ്മോൾ ആണ്, ചെറിയ ആംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ ടാൻ തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആൻഡ് ടാൻ ടു തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടു തീറ്റ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ടാൻ ടു തീറ്റ ടാൻ തീറ്റ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ടാൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക? തീറ്റ എന്ന് തന്നെ കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡി ബൈ സി ഡി ആൻഡ് ടു തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? ബി ഡി ബൈ എഫ് ഡി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ബി ഡി ബൈ സി ഡി ആ. സോ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ തീറ്റയ്ക്ക് പകരം ബി ഡി ബൈ സി ഡി ഇട്ട് കൊടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം ബി ഡി ബൈ സി ഡി, ബി ഡി ബൈ സി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡി ബൈ എഫ് ഡി. അതേപോലെ എഴുതുക, ബി ഡി ബൈ എഫ് ഡി. ഓക്കെ, ദെൻ ഈ ബി ഡിയും ബി ഡി എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ക്യാൻസൽ ആയി പോകുമ്പോൾ മുകളിൽ ഇങ്ങനെ 1. ഓക്കെ, ദെൻ 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ സി ഡി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എഫ് ഡി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, 2 ഡിവൈഡഡ് ബൈ, ഇവിടെ സി ഡി എന്ന് പറയുമ്പോൾ എന്താ? ഫിഗർ നോക്കിക്കേ എല്ലാവരും, സി ഡി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ആർ. ഓക്കെ, ഇപ്പൊ 2 ബൈ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എഫ് ഡി എന്ന് പറയുമ്പോൾ എന്താ? എഫ് ഡി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എഫ്. ഓക്കെ, എഫ് കണ്ടോ? സോ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ആർ ഇൻറ്റു 1 എന്ന് പറയുന്നത് ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് എന്ന് പറയുമ്പോൾ 2f. കണ്ടില്ലേ? ദ റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് കിട്ടില്ലേ? ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു 2f. ഇതിൽ നിന്ന് എഫ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ബൈ 2. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നത്. ഈസി അല്ലേ? നമ്മൾ നെക്സ്റ്റ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് മിറർ ഫോർമുല. ഈ മിറർ ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് റേ ഡയഗ്രാം വരയ്ക്കണം. റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ ഒരു കോൺകേവ് മിറർ ഉണ്ട്, അതേപോലെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പോൾ ഉണ്ട്, പോയിന്റ് ഓഫ് ഫോക്കസ് ഉണ്ട്, സെന്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ബിയോണ്ട് സി ആണ്. ദാറ്റ് മീൻസ് സിക്ക് ഇപ്പുറത്തെ സൈഡ്. സോ എ ബി എന്ന് പറയുന്നത് എന്താ? എൻ്റെ ഒബ്ജക്റ്റാണ്. സോ എൻ്റെ ഒബ്ജക്റ്റ് എന്നുള്ള റേ നേരെ വന്ന് ഇവിടെ നമ്മുടെ കോൺകേവ് മിററിൽ തട്ടിയ ശേഷം റിഫ്ലക്ട് ചെയ്തിട്ട് ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നു. വേറൊരു റേ നേരെ പി എന്ന് പറയുന്ന പോളിൽ വന്ന് റിഫ്ലക്ട് ചെയ്ത ശേഷം ദാ ഈ ഒരു വേ കടന്നു പോകുന്നു. സോ റിഫ്ലക്ട് ചെയ്ത് വന്ന ഈ രണ്ട് റേസും കൂടെ ഒരു പോയിന്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സിക്കും എഫിന്റെ ഇടയ്ക്കാണ് ഈ രണ്ട് പോയിന്റും കൂടെ, രണ്ട് ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്. സോ ഈ പോയിന്റിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. ആൻഡ് ആ ഇമേജിനാണ് നമ്മൾ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാൻ പോവാം. വൺ ഈസ് എ ഡാഷ് ബി ഡാഷ് എഫ് ആൻഡ് എം പി എഫ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, സാറേ ട്രയാങ്കിളുടെ സൈഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം, ഇത് കർവ് അല്ലേ എന്ന്. നമ്മുടെ കോൺകേവ് മിറർ എന്ന് പറയുന്നത് ചെറുതാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. സോ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കർവ് ആയതുകൊണ്ടാണ് നമ്മൾ ട്രയാങ്കിൾ ആ ഒരു സൈഡായിട്ട് എടുത്തത്. സോ ഇവിടെ നോക്കിക്കേ, നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നു. ഏതൊക്കെ? ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് എഫ്, പിന്നെ എന്താ? ട്രയാങ്കിൾ എം പി എഫ്, ട്രയാങ്കിൾ എം പി എഫ്. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ എ ഡാഷ് ബി ഡാഷ് ഡിവൈഡഡ് ബൈ എം പി എന്ന് നമുക്ക് എഴുതാം. എ ഡാഷ് ബി ഡാഷ് ഡിവൈഡഡ് ബൈ എം പി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ഡിവൈഡഡ് ബൈ പി എഫ് എന്ന് നമുക്ക് എഴുതാം. ബി ഡാഷ് എഫ് ഡിവൈഡഡ് ബൈ പി എഫ്. ഇനി എം പി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി. എ ബിയുടെ അതേ ഹൈറ്റ് ആയിരിക്കും ഇവിടെ എം പിയും. ഓക്കെ, അതുകൊണ്ട് എം പിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? എ ബി കൊടുക്കുക. സോ എം പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി. സോ ഈ ഒരു ഇക്വേഷനിൽ എം പിക്ക് പകരം എ ബി ഇട്ട് കൊടുക്കുക. എ ഡാഷ് ബി ഡാഷ് ഡിവൈഡഡ് ബൈ എ ബി ഈസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ഡിവൈഡഡ് ബൈ പി എഫ്. ഇത് ഇക്വേഷൻ 1. ഇനി നെക്സ്റ്റ് നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാൻ പോവുക. ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് പി, ഈ ട്രയാങ്കിളും ട്രയാങ്കിൾ എ ബി പി, ഈ ഒരു ട്രയാങ്കിളും. സോ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് പിയും പിന്നെന്താ? ട്രയാങ്കിൾ എ ബി പിയും, ട്രയാങ്കിൾ എ ബി പിയും. ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. സോ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ എ ബി, എ ഡാഷ് ബി ഡാഷ് ഡിവൈഡഡ് ബൈ എ ബി
ഈസ് ഈക്വൽ ടു എന്താണ് ബി ഡാഷ് പി ഡിവൈഡഡ് ബൈ ബി പി. ബി ഡാഷ് പി ഡിവൈഡഡ് ബൈ ബി പി. ഇത് ഇക്വേഷൻ 2. നോക്കിക്കേടാ, ഈ രണ്ട് ഇക്വേഷനിലും ഒരു സെയിം ടേം കിടപ്പുണ്ട്. ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി. ഓക്കെ, സോ നമ്മൾ ഈ രണ്ട് ടേം എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. ദെൻ നമ്മൾ ബാക്കിയുള്ള എഴുതുക. ബി ഡാഷ് എഫ് ബൈ പി എഫ് ഈസ് ഈക്വൽ ടു ബി ഡാഷ് പി ബൈ ബി പി. ശ്രദ്ധിച്ചേടാ, ഇനി നമ്മൾ നെക്സ്റ്റ് ബി ഡാഷ് എഫ് കണ്ടുപിടിക്കാൻ പോവുക. ഇപ്പം ഇവിടെ നോക്കിക്കേ, ബി ഡാഷ് പിയിൽ നിന്നും പി എഫ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബി ഡാഷ് എഫ് കിട്ടും. സോ നമുക്ക് എഴുതാം ബി ഡാഷ് പി മൈനസ് പി എഫ്. പി എഫ് ഡിവൈഡഡ് ബൈ പി എഫ്, ബാക്കിയെല്ലാം അതേപോലെ തന്നെ ബി ഡാഷ് പി ബൈ ബി പി. ഓക്കെ, ഇത് ഇക്വേഷൻ 3. ഇനി നമ്മൾ ഇക്വേഷനിലുള്ള ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് എഴുതാൻ പോവുക. ആദ്യം നമുക്ക് ബി ഡാഷ് പി എന്താണെന്ന് എഴുതാം. ബി ഡാഷ് പി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിക്കേടാ, ഈ ബി ഡാഷ് പി എന്ന് പറയുന്നത് ഇമേജിന്റെ ഡിസ്റ്റൻസ് ആണ്. ഇമേജിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ വി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് പി എഫ്. പി എഫ് എന്ന് വെച്ചാൽ എന്താ, പി എഫ് എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്ത് ആണ്. സോ അതിന് എഫ് അങ്ങ് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് എന്താ ബി പി ഉണ്ടല്ലേ. സോ ബി പി ഈസ് ഈക്വൽ ടു എന്തുവാ, നോക്കിക്കേ, ബി പി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു. ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല, നമ്മൾ ഇനി അടുത്ത് വിക്കും എഫിനും യുവിനും സൈൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, നമുക്ക് കോർഡിനേറ്റ് ജോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ രണ്ട് ആക്സിസ് വരച്ചു, എക്സ് മൈനസ് എക്സ്, വൈ മൈനസ് വൈ. അപ്പൊ നമുക്ക് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നമുക്കറിയാം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എല്ലാം എന്താണ്, മൈനസ് ആണ്. അതേപോലെ താഴെ വരുമ്പോഴും എല്ലാം എന്താ, മൈനസ് ആണ്. ബട്ട് ഇവിടെ എന്ത് വന്നാലും എന്താ, അത് പോസിറ്റീവാണ്. സോ ഇവിടുത്തെ പോയിന്റ്സ് എല്ലാം പോസിറ്റീവാണ്, ഇവിടുത്തെ പോയിന്റ്സ് എല്ലാം എന്താ, നെഗറ്റീവാണ്. സോ ഇവിടെ നോക്കിക്കേ, ദാ എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരിക. അപ്പൊ നമുക്ക് ഇതാ എഫും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നത്, വിയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നത്, യുവും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്, നെഗറ്റീവാണ്. സോ നമ്മൾ എന്താ ചെയ്യുക, ഈ വിക്കും എഫിനും യുവിനും എന്ത് കൊടുക്കുക, മൈനസ് കൊടുക്കുക. അപ്പം ബി ഡാഷ് പി ഈസ് ഈക്വൽ ടു മൈനസ് വി, പി എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ്, ബി പി ഈസ് ഈക്വൽ ടു മൈനസ് യു. ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ, ഇതിന് അതേപോലെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബി ഡാഷ് പി എന്ന് പറയുമ്പോൾ എന്താ, മൈനസ് വി. അപ്പം മൈനസ് വി, ദെൻ മൈനസ് ആയിക്കോട്ടെ, മൈനസ് ഇവിടുത്തെ മൈനസ് കൊടുത്തു. ദെൻ പി എഫ്. പി എഫ് എന്ന് പറയുമ്പോൾ മൈനസ് എഫ്. മൈനസ് എഫ് ബ്രാക്കറ്റിൽ കൊടുക്കുക, ഡിവൈഡഡ് ബൈ എന്താണ്, പി എഫ്. പി എഫ് എന്ന് പറയുമ്പോൾ എന്താ, മൈനസ് എഫ്. ഇനി ഈക്സ് ഈക്വൽ ടു ബി ഡാഷ് പി. ബി ഡാഷ് പി എന്ന് പറയുമ്പോൾ മൈനസ് വി. മൈനസ് വി കൊടുക്കുക, ഡിവൈഡഡ് ബൈ എന്താണ്, ബി പി. ബി പി എന്ന് പറയുമ്പോൾ മൈനസ് യു. ഓക്കെ, മൈനസ് വി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ മൈനസ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് വി ബൈ മൈനസ് യു. ഇനി ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും മൈനസ് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പം വി പ്ലസ് എഫ് ഡിവൈഡഡ് ബൈ എഫ് ഈസ് ഈക്വൽ ടു വി ബൈ യു എന്ന് നമുക്ക് കിട്ടും. ഇവിടെ നോക്കിക്കേടാ, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എഫ് കോമൺ ആണ്. അതുകൊണ്ട് വി ബൈ എഫ് മൈനസ് 1 ഈസ് ഈക്വൽ ടു വി ബൈ യു എന്ന് നമുക്ക് എഴുതാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇക്വേഷന് കംപ്ലീറ്റ്ലി ഞാൻ എന്താ, വി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുക. സോ ഡിവൈഡഡ് ബൈ വി, എല്ലാ ടേംസിനും ഡിവൈഡ് ബൈ വി. ഓക്കെ, ഇവിടെ നോക്കിക്കേ, വിയും വിയും ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 1 ഇടുക. അതേപോലെ വിയും വിയും ക്യാൻസൽ ചെയ്ത് ഇവിടെ 1 ഇടുക. ദാറ്റ് ഈസ് 1 ബൈ എഫ് മൈനസ് 1 ബൈ വി ഈസ് ഈക്വൽ ടു 1 ബൈ യു. ഇനി ഈ 1 ബൈ എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടുവിന് ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ കൊണ്ടുവരിക. ദെൻ 1 ബൈ എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ യു പ്ലസ് 1 ബൈ വി എന്നാവും. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് മിറർ ഫോർമുല. ഗൈസ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ദാറ്റ് ഇസ് കർവ്ഡ് സർഫസ് ഫോർമുല. ഈ കർവ്ഡ് സർഫസ് ഫോർമുല എന്ന് പറയുന്നത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. റിഫ്രാക്ഷൻ അറ്റ് കോൺവെക്സ് സർഫസ് എന്ന് അറിയപ്പെടാറുണ്ട്. അതേപോലെ തന്നെ റിലേഷൻ ബിറ്റ്വീൻ യു വി ആർ എന്ന് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ഡെറിവേഷൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. സോ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ റേ ഡയഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേടാ, ഇവിടെ നമ്മൾ കോൺവെക്സ് മിറർ ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ്. കോൺകേവ് മിറർ ആകുമ്പോഴത്തേക്കും അവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് കുഴിഞ്ഞിരിക്കും. കോൺവെക്സ് സർഫസ് ആകുമ്പോൾ കണ്ടോ, റിഫ്ലക്റ്റിംഗ് സർഫസ് ചെറുതായിട്ടൊന്നും എന്താ, ഉന്തിയിരിക്കും. കണ്ടോ, പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കും.
സോ ഇവിടുത്തെ കോൺവെക്സ് സർഫസ് എന്ന് പറയുന്നത് രണ്ട് മീഡിയത്തിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ വെച്ചിരിക്കുക. സോ ഈ മീഡിയം എന്ന് പറയുന്നത് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ആൻഡ് ദിസ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. അങ്ങനെ രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, കോൺവെക്സ് മിറർ വെച്ചിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയ ഈ പോയിന്റിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റ് വെച്ചിരിക്കുക. ഈ ഒബ്ജക്റ്റിലുള്ള റേ എന്ന് പറയുന്നത് നേരെ ചെന്ന് ഈ പോയിന്റിൽ ഇടിച്ചിട്ട് ഇവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദാറ്റ് ഈസ് ഐ. ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് ഈ പോകുന്ന ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന ആ ഒരു റേ ഈ കോൺവെക്സ് മിററിന്റെ അവിടെ വെച്ച് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ആ റേ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ആർ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ദെൻ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ, ദ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റ, ദ ഇതെന്ന് പറയുന്നത് ഇമേജ് ആണ്. സോ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് 5 ആംഗിൾ വരുന്നുണ്ട്. ഐ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ദെൻ ആൽഫ, ബീറ്റ. ദെൻ പിക്കും ഒയ്ക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് യു ആണ്, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ്. ദെൻ ഇവിടെ പിക്കും സിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ, ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ. ആൻഡ് പിക്കും ഐക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വി, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റേ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് കിടക്കാം. ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്, ദാറ്റ് ഈസ് ട്രയാങ്കിൾ ഒ എം പി. ഈ ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കാൻ പോവാം. അപ്പോൾ ട്രയാങ്കിൾ ഒ എം പി, ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയാണ്. സോ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് ഈ ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് എം പി ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഒ പി, എം പി ഡിവൈഡഡ് ബൈ ഒ പി. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു ഈ പറയുന്ന ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് തന്നെ ടാൻ ആൽഫ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ. ദെൻ ആൽഫ ഈസ് ഈക്വൽ ടു എം പി ബൈ ഒ പി. അതായത് ഈ ടാൻ ആൽഫയ്ക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു, ആൽഫ എന്നിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. സോ ആൽഫ ഈസ് ഈക്വൽ ടു എം പി ബൈ ഒ പി. നമ്മുടെ നെക്സ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പി സി എം. ട്രയാങ്കിൾ പി സി എം, ഇവിടെ നോക്കിക്കേ, ഇവിടെ ബീറ്റ ആണ് ആംഗിൾ. സോ ടാൻ ബീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് നോക്കി ആംഗിളുടെ ഓപ്പോസിറ്റ് പി എം ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് പി സി, പി എം ബൈ പി സി. ഇവിടെ എന്താണ് ടാൻ ബീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ. സോ ബീറ്റ ഈസ് ഈക്വൽ ടു പി എം ബൈ പി സി. ദെൻ നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പി എം ഐ. ഈ ഒരു വലിയ ട്രയാങ്കിളാണ്. ഓക്കെ, ട്രയാങ്കിൾ പി എം ഐ. ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്താണ് പി എം, അഡ്ജസന്റ് സൈഡ് എന്താണ് പി ഐ. സോ പി എം ബൈ പി ഐ. ഓക്കെ, സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. ദെൻ എന്താണ് തീറ്റ ഈസ് ഈക്വൽ ടു പി എം ബൈ പി ഐ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ബീറ്റയുടെ കിട്ടി, തീറ്റയുടെ കിട്ടി, അതേപോലെ ആൽഫയുടെയും കിട്ടിയിട്ടുണ്ട്. ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ എം സി. കണ്ടോ, ട്രയാങ്കിൾ ഒ എം സി. ഇവിടെ നോക്കിക്കേ, ഈ ട്രയാങ്കിളുടെ അകത്തുള്ള ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ. ആൻഡ് ഈ ട്രയാങ്കിളുടെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഐ. സോ പണ്ട് നമ്മൾ ജോമെട്രി പഠിച്ചിട്ടുണ്ട്, എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആൽഫ, ബീറ്റ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണല്ലോ, അതിന്റെ സം ആൽഫ പ്ലസ് ബീറ്റ. ദെൻ ഐ ഈസ് ഈക്വൽ ടു ആൽഫ നമുക്കിവിടെ ഉണ്ട്, എന്താണ് എം പി ബൈ ഒ പി പ്ലസ് ബീറ്റ നമുക്കിവിടെ ഉണ്ട്, എന്താണ് പി എം ബൈ പി സി. ഇത് ഇക്വേഷൻ 1. ദെൻ ട്രയാങ്കിൾ ഐ എം സി കൺസിഡർ ചെയ്യുക, ഐ എം സി. അപ്പൊ ട്രയാങ്കിൾ ഐ എം സി, ഇവിടെ നോക്കിക്കേ, ഐ എം സിയുടെ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ആറും തീറ്റയും അല്ലെ. ഈ പറയുന്ന ഐ എം സി എന്ന് പറയുന്ന ട്രയാങ്കിളുടെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ബീറ്റ. സോ എക്സ്റ്റീരിയർ ആംഗിൾ ബീറ്റ ഈസ് ഈക്വൽ ടു സം ഓഫ് ആർ പ്ലസ് തീറ്റ, ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ആർ ഈസ് ഈക്വൽ ടു ബീറ്റ മൈനസ് തീറ്റ.
ഇനി ആർ ഈസ് ഈക്വൽ ടു ബീറ്റ നമുക്കറിയാം പി എം ബൈ പി സി മൈനസ് തീറ്റ നമുക്കറിയാം എന്താ പി എം ബൈ പി ഐ. ഇത് ഇക്വേഷൻ 2. ബൈ സ്നെൽസ് ലോ എന്താണ് പറയുന്നത്? സ്നെൽസ് ലോ അനുസരിച്ച് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ n1. ഈ സൈൻ ഐ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐ ആൻഡ് സൈൻ ആർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ, ബിക്കോസ് ഈ ആംഗിൾസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. സോ സൈൻ ഐക്ക് പകരം ഞാൻ ഐ കൊടുക്കുന്നു ഡിവൈഡ് ബൈ സൈൻ ആറിന് പകരം ഞാൻ ആർ കൊടുക്കുന്നു ദാറ്റ് ഇസ് ഈക്വൽ ടു n2 ഡിവൈഡ് ബൈ n1. ഞാൻ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദെൻ n1i ഈസ് ഈക്വൽ ടു n2r എന്നത് എനിക്ക് കിട്ടി. ഇനി ഇവിടെ ഐ എന്താണ് നമുക്കുണ്ട് ഇക്വേഷൻ 1, ആർ എന്താണ് നമുക്കുണ്ട് ഇക്വേഷൻ 2. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ n1 ഇൻറ്റു ഐ എന്താണ് എം പി ബൈ ഒ പി പ്ലസ് പി എം ബൈ പി സി ഈസ് ഈക്വൽ ടു എന്താണ് n2 ഇൻറ്റു ആർ എന്താണ് പി എം ബൈ പി സി മൈനസ് പി എം ബൈ പി ഐ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ n1 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക, n2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. നോക്കിക്കേ, n1 ഇൻറ്റു പി എം ബൈ ഒ പി പ്ലസ് n1 ഇൻറ്റു പി എം ബൈ പി സി ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു പി എം ബൈ പി സി മൈനസ് n2 ഇൻറ്റു പി എം ബൈ പി ഐ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ന്യൂമറേറ്റേഴ്സിലെല്ലാം പി എം ഉണ്ട്. ഈ പി എം ഒക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോവുക? കട്ട് ചെയ്ത് കളയാൻ പോവുക. അങ്ങനെയാണെങ്കിൽ n1 ബൈ ഒ പി പ്ലസ് n1 ബൈ പി സി ഈസ് ഈക്വൽ ടു n2 ബൈ പി സി മൈനസ് n2 ബൈ പി ഐ. ഇത് ഇക്വേഷൻ 3. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒ പി എന്താണ്, പി സി എന്താണ്, പി ഐ എന്താണ് നമ്മളിപ്പോൾ എഴുതാൻ പോവുക. നോക്കിക്കേ, ഒ പി എന്ന് പറയുമ്പോൾ എന്താണ്? ഒ പി എന്ന് പറയുമ്പോൾ അത് കണ്ട, അത് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് യു ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പി സി എന്ന് പറയുമ്പോൾ എന്താണ്? പി സി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ദ ആർ ആണ്. ആൻഡ് പി ഐ എന്ന് പറയുമ്പോൾ എന്താണ്? പി ഐ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് വി. നോക്കിക്കേ, ഇനി കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ പോവുക. നോക്കിക്കേ, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്. നമ്മുടെ ഈ പി സിയും പി ഐയും വരുന്ന റൈറ്റിലാണ്, നമ്മുടെ ഒ പി മാത്രമേ ലെഫ്റ്റിൽ വരുന്നുള്ളൂ. സോ ഒ പി എന്തായിരിക്കും? മൈനസ് യു ആയിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം പി സി ഈക്വൽ ടു ആർ ആണ്, പി ഐ ഈക്വൽ ടു വി ആണ്. നമ്മുടെ ഒ പി എന്ന് പറയുന്നതായിരിക്കും മൈനസ് യു ആയിരിക്കും, ബിക്കോസ് ഒ പി ലൈസ് ഓൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി ഈ ഇക്വേഷൻ 3ൽ നമ്മൾ ഒ പിയും പി സിയും പി എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക. ദെൻ n1 ബൈ ഒ പി എന്ന് പറയുമ്പോൾ n1 ബൈ മൈനസ് യു പ്ലസ് n1 ബൈ പി സി എന്ന് പറയുമ്പോൾ n1 ബൈ ആർ ഈസ് ഈക്വൽ ടു n2 ബൈ പി സി. n2 ബൈ പി സി എന്ന് പറയുമ്പോൾ ആർ, അപ്പൊ n2 ബൈ ആർ then minus n2 by pi, n2 by v minus n2 by v. ഓക്കെ, ഇനി ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്യാൻ പോവുക. ഈ ഡിനോമിനേറ്ററിൽ വിയും യുവും വരുന്ന ടേംസ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാൻ പോവുക. ഡിനോമിനേറ്ററിൽ ആർ വരുന്ന ടേംസ് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകാൻ പോവുക. ദെൻ n2 by v minus n1 by u is equal to n2 by r minus n1 by r. Okay, then n2 by v minus n1 by u is equal to, ഇവിടെ നോക്കി r കോമൺ അല്ലേ, സോ നമുക്ക് n2 minus n1 divided by r എന്ന് എഴുതിക്കൂടെ. സോ ഫൈനലി ദിസ് ഇക്വേഷൻ ഇസ് കോൾഡ് കർവ്ഡ് സർഫസ് ഫോർമുല. ഗൈസ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ദാറ്റ് ഇസ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഈ ഒരു ടോപ്പിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വർഷം ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഡെറിവേഷൻ ആയിട്ട് തന്നെ ചോദിക്കാൻ 90% ഉറപ്പുണ്ട്. എൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് 90% ഉറപ്പുണ്ട്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഉറപ്പായിട്ട് ചോദിക്കും. ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം.
സോ ശ്രദ്ധിച്ചിരുന്നു. നോക്കിക്കേടാ, ഇതാണ് നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ റേ ഡയഗ്രാം. ഇവിടെ നമുക്കൊരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ദാറ്റ് ഇസ് N2. ഈ കോൺവെക്സ് ലെൻസ് വെച്ചിരിക്കുന്ന ആ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് N1. സോ ഈ ഒരു ലെൻസിന്റെ രണ്ട് സൈഡുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും N1 തന്നെയാണ്. ഇവിടെ നോക്കി, ഈ കോൺവെക്സ് ലെൻസ് ആവുമ്പോൾ അവർക്ക് രണ്ട് സർഫസ് ഉണ്ട്. വൺ ഈസ് ABC ആൻഡ് അദർ വൺ ഈസ് ADC. ഓക്കെ, ഇനി O എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇനി I1 എന്ന് പറയുന്നത് ഇമേജസിന്റെ പൊസിഷനാണ്. ഓക്കെ, U എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അതേപോലെ V1 എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ആണ്. ഈ ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് നമ്മുടെ കർവ്ഡ് സർഫസ് ഫോർമുല. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കർവ്ഡ് സർഫസ് ഫോർമുല എന്താണ്? ഒന്നിച്ച് പറഞ്ഞേ, N2/V മൈനസ് N1/U ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡ് ബൈ R. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയടാ, നമ്മൾ എടുത്ത ഈ ഒരു ലെൻസിന് രണ്ട് സർഫസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. വൺ ഈസ് ABC ആൻഡ് അതർ വൺ ഈസ് ADC. സോ നമുക്ക് ഫസ്റ്റ് ABC എന്ന് പറയുന്ന ആ ഒരു സർഫസ് എടുക്കാം. അപ്പൊ ABC എന്നുള്ള സർഫസ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവം? ഇവിടെ ലൈറ്റ് റേ എന്ന് പറയുന്ന ട്രാവൽ ചെയ്യുന്നത് ഫ്രം N1 ടു N2. ദെൻ ഇവിടെ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് എന്ന് പറയുന്നത് ഇവിടെയാ O-യില. അതേപോലെ പൊസിഷൻ ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് എവിടെയാ I1-ല. ഇവിടെ നമ്മൾ ഒബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ ഈ I1-ലെ ഇമേജ് ഫോം ചെയ്യാം. ഓക്കെ, കൂടാതെ ഈ ഒരു ABC എന്ന് പറയുന്ന സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് R1 ആണ്. സോ നമ്മുടെ U എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ U1 ആയിട്ട് എടുക്കും, V എന്ന് പറയുന്നത് V1 ആയിട്ട് എടുക്കും, ആൻഡ് R എന്ന് പറയുന്നത് ദാറ്റ് ഈസ് R1 ആയിട്ട് എടുക്കും. സോ ഈ പറയുന്ന ഇക്വേഷനിൽ കർവ്ഡ് സർഫസ് ഫോർമുലയിൽ വിക്കും യുവിനും ആറിനും ഈ U1 V1 R1 എടുത്തിട്ട് കൊടുക്കുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. N2 ഡിവൈഡഡ് ബൈ വിക്ക് വരെ എന്ത് കൊടുക്കുക? V1 കൊടുക്കുക. അതേപോലെ മൈനസ് N1 ഡിവൈഡ് ബൈ യുക്ക് പകരം എന്ത് കൊടുക്കുക? U1 കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു N2 മൈനസ് N1 മൈനസ് N1 ഡിവൈഡഡ് ബൈ എന്താണ്? ആറിന് പകരം R1 കൊടുക്കുക. ഓക്കെ, ഇത് ഇക്വേഷൻ 1. അടുത്തത് നമ്മൾ ഈ ADC എന്ന് പറയുന്ന സർഫസ് കൺസിഡർ ചെയ്യുക. ADC. ഓക്കെ, ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയ ലൈറ്റ് റേ എന്ന് പറയുന്നത് N2-വിൽ നിന്നും N1-ലോട്ട് ട്രാവൽ ചെയ്യുന്ന N2 ടു N1. ഓക്കെ, ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ I1 എന്ന് പറയുന്നത് ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് I-ൽ ഫോം ചെയ്യുകയും ചെയ്യും. ADC എന്ന് പറയുന്ന സർഫസിന്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മുടെ N1 എന്ന് പറയുന്നത് N2 ആവും, N2 എന്ന് പറയുന്നത് എന്താണ്? N1 ആവും. അതേപോലെ V എന്ന് പറയുന്നത് V ആവും, U എന്ന് പറയുന്നത് V1 ആവും, R എന്ന് പറയുന്നത് R2 ആവും. ഇവിടെ നോക്കിക്കേ, ഇനി ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഈ കർവ്ഡ് സർഫസ് ഫോർമുല ഇട്ടെടുക്കാൻ പോവുക. സോ N2-ന് പകരം നമ്മളിവിടെ എന്ത് എഴുതും? N1 എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ വിക്ക് പകരം എന്താ? V തന്നെയാണ്. ദെൻ മൈനസ് N1-ന് പകരം എന്താ ഇവിടെ? N2 ഡിവൈഡഡ് ബൈ യുവിന് പകരം എന്താ ഇവിടെ? V1. ദാറ്റ് ഈസ് ഈക്വൽ ടു N2 മൈനസ് N1. ഇവിടെ എന്താ എഴുതുക? N1 മൈനസ് N2 ഡിവൈഡ് ബൈ ആറിന് പകരം ഇവിടെ എന്താ എഴുതുക? R2. ഇത് ഇക്വേഷൻ 2. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ N1 ഡിവൈഡ് ബൈ V മൈനസ് N2 ഡിവൈഡ് ബൈ V1 ഇല്ലേ? ഈ V1-ന് പകരം എന്തെന്നെ കൊടുക്കുക? V തന്നെ കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ N1 മൈനസ് N2 എന്നാ കിടക്കുക. ഞാൻ N2 മൈനസ് N1 എന്നാക്കി എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ തിരിച്ചെഴുതും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R2. ദിസ് ഈസ് ഇക്വേഷൻ 3. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 നോക്കാം നമുക്ക് എങ്ങനെ ആഡ് ചെയ്യണമെന്ന്. ഇക്വേഷൻ 1-ന്റെ LHSഉം ഇക്വേഷൻ 2-ന്റെ LHSഉം ഒന്നിച്ച് ആഡ് ചെയ്യുക. ഇക്വേഷൻ 1-ന്റെ RHSഉം ഇക്വേഷൻ 1-ന്റെ RHSഉം ഒന്നിച്ച് ആഡ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. നോക്ക്, ഇക്വേഷൻ 1-ന്റെ LHS എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് N2 ബൈ V1 മൈനസ് N1 ബൈ U1 പ്ലസ് ദ ഇക്വേഷൻ 2-ന്റെ LHS എന്താണ്? N1 ബൈ V മൈനസ് N2 ബൈ V1 ഇനി ഈക്വൽ ടു നോക്കിക്കേ N2 മൈനസ് N1 ബൈ R1. അതായത് ഇക്വേഷൻ 1-ന്റെ RHS N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് എന്താണ് നമ്മുടെ ഇക്വേഷൻ 2-ന്റെ RHS ദാറ്റ് ഈസ് N1 മൈനസ് N2 ഡിവൈഡ് ബൈ R2. ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യേണ്ടത്.
ഇവിടെ n2/v1 ഇവിടുത്തെ n2/v1 ഞാൻ ക്യാൻസൽ ചെയ്യുക, ബിക്കോസ് ഇവിടുത്തെ പ്ലസ് n2/v1 ആണ്, ഇവിടെ മൈനസ് n2/v1 ആണ്. അത് രണ്ടും കൂടെ ഞാൻ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് എടുത്ത് എഴുതാം. എന്താണ്? മൈനസ് n1/u1 പ്ലസ് എന്താണ് n1/v ദാറ്റ് ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 അതേപോലെ എഴുതുക ഡിവൈഡ് ബൈ r1 അത് കഴിഞ്ഞ് പ്ലസ് n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ r2. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു റീഅറേഞ്ച്മെന്റ് നടത്താൻ പോവുക. ദാറ്റ് ഈസ് പ്ലസ് n1/v ആദ്യം എഴുതുന്നു, ദെൻ മൈനസ് n1/u1ന്റെ പകരം ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് u. സെയിം തന്നെയാ, u1 കൊടുക്കുന്നില്ല, u ആയിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ഡിവൈഡ് ബൈ r1. ഇവിടെ n1 മൈനസ് n2 ആണ്, ഞാൻ n2 മൈനസ് n1 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലസിന് പകരം ഞാൻ മൈനസ് കൊടുക്കുന്നു, ദെൻ n2 മൈനസ് n1 ഡിവൈഡ് ബൈ r2. ഈ ഇക്വേഷന്റെ എല്ലാ ടേംസിനെയും ഞാൻ n1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. ഡിവൈഡഡ് ബൈ n1 ഡിവൈഡ് ബൈ n1 ഡിവൈഡഡ് ബൈ n1 ഡിവൈഡഡ് ബൈ n1. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ n1ഉം ഇവിടുത്തെ n1ഉം കട്ട് ചെയ്ത് കളയുക. ഇവിടുത്തെ n1 ഇവിടുത്തെ n1 കട്ട് ചെയ്ത് കളയുക. ഇവിടെ n1 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്രയേ ഉള്ളൂ? 1 വരും. സോ 1/v മൈനസ് 1/u ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, n2 മൈനസ് n1/n1 എന്ന് പറയുന്ന രണ്ട് ടേമിലും കോമൺ തന്നെയാണ്. സോ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് n2 മൈനസ് n1 ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു എന്താണ് 1/r1 മൈനസ് 1/r2. ഓക്കെ, 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, n2 മൈനസ് n1/n1. സോ n1 എന്ന് പറയുന്നത് കോമൺ ആണ്. സോ n2/n1 മൈനസ് 1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇനി നോക്കിക്കേ, 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു n2/n1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു n തന്നെയാണ്. സോ n മൈനസ് 1 into 1/r1 minus 1/r2, and this is the equation and it is called as Lensmaker's formula. Guys, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ടു തിൻ ലെൻസസ് ഇൻ കോൺടാക്ട്. അതായത് ഒരു ലെൻസിന്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ രണ്ട് തിൻ ലെൻസസ് ഇങ്ങനെ തമ്മിൽ കോൺടാക്റ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? സോ നമുക്കറിയാം, നമ്മുടെ L1 എന്ന് പറയുമ്പോൾ ലെൻസ് 1 ആണ്, അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് f1 ആണ്. L2 എന്ന് പറയുമ്പോഴത്തേക്കും ലെൻസ് 2 ആണ്, അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് f2 ആണ്. സോ ഈ രണ്ട് ലെൻസസും തമ്മിൽ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. സോ ഇതാണ് ഇതിന്റെ റേ ഡയഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നോക്കിക്കേ, O എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ I എന്ന് പറയുന്നതും എന്താണ്, ഇമേജിന്റെ ഡിസ്റ്റൻസ് തന്നെയാണ്. I1 എന്ന് പറയുന്നതും ഇമേജിന്റെ ഡിസ്റ്റൻസ് തന്നെയാണ്. f1 എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ലെൻസ് 1ന്റെ ഫോക്കൽ ലെങ്ത് ആണ്. f2 എന്ന് പറയുമ്പോൾ L2 എന്ന് പറയുന്ന ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. സോ ഇതാണ് ഇതിന്റെ റേ ഡയഗ്രാം. സോ രണ്ട് ലെൻസസും കമ്പൈൻ ചെയ്യുക, അടുത്തടുത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കുക, ചേർത്ത് വെച്ചിരിക്കുക. സോ എങ്ങനെയായിരിക്കും ഫോക്കൽ ലെങ്ത് വരുന്നത്? ലെറ്റ്സ് സീ. ഫസ്റ്റ് ലെൻസിന്റെ കേസിൽ എങ്ങനെയാ സംഭവം നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓയിലാണ് നിൽക്കുന്നത്. ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ വന്നിട്ട് ഈ ലെൻസിൽ നിന്ന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് നേരെ കണ്ടോ I1 ഇല്ല. ഓക്കെ, സോ ഇവിടുത്തെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് u എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്താണ്, u തന്നെയാണ്. അതേപോലെ ഇമേജിന്റെ ഡിസ്റ്റൻസ് v എന്ന് പറയുന്നത് ദാറ്റ് ഈസ് v1 ആണ്. കാരണം ഈ പറയുന്ന ഒബ്ജക്റ്റ് കണ്ടോ, ആ ഒബ്ജക്റ്റിന്റെ റേ നേരെ പോയിട്ട് ഈ ലെൻസ് n1 റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് നേരെ അതിന്റെ ഇമേജ് നേരെ I1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ I1ന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v1 ആണ്. അതുകൊണ്ടാണ് v എന്ന് പറയുന്നത് നമ്മൾ v1 ആയിട്ട് എടുത്തത്. കൂടാതെ ഈ ഫസ്റ്റ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് f എന്ന് പറയുന്നത് എന്താണ്, f1. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എന്താണ്, 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f. ഇവിടെ നമ്മൾ വിക്കും യുവിനും എഫിനും ഈ സംഭവങ്ങൾ ഇട്ട് കൊടുക്കാൻ പോവാം. ദാറ്റ് ഇസ് 1/vക്ക് പകരം എന്താ, v1 മൈനസ് 1/uവിന് പകരം എന്താ, u തന്നെയാണ്, ഈക്വൽ ടു 1/fന് പകരം എന്താ, f1, ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 1. Then in the case of second lens, that is L2, ഇവിടെ നോക്കിക്കേ, I1 എന്ന് പറയുന്നത് ഒരു വിർച്വൽ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് അവിടുത്തെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v1 ആണ്. സോ u എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കും, v1 ആണ്. ആൻഡ് I1 എന്ന് പറയുന്ന വിർച്വൽ ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ ഐല ഫോം ചെയ്യുക. സോ ഇവിടെ v എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് v.
ആൻഡ് എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത്, ഫോക്കൽ ലെങ്ത് ഓഫ് സെക്കൻഡ് ലെൻസ്, ദാറ്റ് ഈസ് F2. ഇനി ഈ സംഭവങ്ങൾ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. നോക്കിക്കേ, 1/v വരെ എന്തിട്ട് കൊടുക്കും, v തന്നെ ഇട്ട് കൊടുക്കും, മൈനസ് 1/u വരെ എന്തിട്ട് കൊടുക്കും, v1 ഇട്ട് കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f വരെ എന്തിട്ട് കൊടുക്കും, F2. ഇത് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോവുക. സോ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. ഇവിടെ നോക്കിക്കേ, ഇക്വേഷൻ 1ന്റെ LHS 1/v1 മൈനസ് 1/u പ്ലസ് ഇക്വേഷൻ 2ന്റെ LHS 1/v മൈനസ് 1/v1. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 1ന്റെ RHS 1/f1 പ്ലസ് ഇക്വേഷൻ 2ന്റെ RHS 1/f2. ഇവിടെ നോക്കിക്കേ, 1/v1ഉം 1/v1ഉം കട്ട് ചെയ്യാം, കാരണം ഇത് പ്ലസ് 1/v1, ഇത് മൈനസ് 1/v1, അതുകൊണ്ട് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. സോ ബാക്കിയുള്ള എഴുതിക്കേ, മൈനസ് 1/u പ്ലസ് 1/v ദാറ്റ് ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. ഇതിനെ ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. 1/v മൈനസ് 1/u ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. ഇവിടെ 1/v മൈനസ് 1/u എന്ന് പറയുന്ന 1/f ആണ് നമുക്കറിയാം. സോ 1/f ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. അപ്പം ഇനിയും ലെൻസ് ഉണ്ടെങ്കിൽ 1/f ഈസ് ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2 പ്ലസ് 1/f3 പ്ലസ് 1/f4. അപ്പം നമ്മൾ എത്ര ലെൻസ് വെക്കുന്നോ അതനുസരിച്ച് ഇങ്ങനെ കൂടി 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 വരും ആൻഡ് സോ ഓൺ. മനസ്സിലായോ? ഇനി ഈ ലെൻസിന്റെ പവർ, അതായത് ഒരു ലെൻസിന്റെ പവർ എന്ന് പറയുന്ന P1 ആയിട്ട് എടുക്കുവാണെങ്കിൽ പവർ ഓഫ് എ ലെൻസ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷന്റെ കേസിൽ P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. അതേപോലെ ഈ ലെൻസസ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഓവറോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് M ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു M2 ഇൻറ്റു M3 ഇൻറ്റു അങ്ങനെ പോകും. So this is the equation for focal length, power and magnification. Guys, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ്, ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, അല്ലെങ്കിൽ പ്രിസം ഫോർമുല എന്ന് പറയും. ഇതും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഡയറക്ട്ലി ഡെറിവേഷൻ ചോദിക്കാം, ഇല്ലെങ്കിൽ തിയറി പാർട്ട് ഏതെങ്കിലും ചോദിക്കാം, കൂടാതെ പ്രോബ്ലംസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു ടോപ്പിക്കും എന്താണ്, നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ച് പഠിച്ചതുപോലെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഡെറിവേഷൻ ആണ്. ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ 6 ഡെറിവേഷൻ പഠിക്കുന്നുണ്ട്, അതിൽ 5 എണ്ണം കഴിഞ്ഞു, ഇത് 6ാമത്തെ ഡെറിവേഷൻ ആണ്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ പ്രിസം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാകും റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, അതേ സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, പ്രിസം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ലാബിൽ ചെയ്തവരെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രയാങ്കുലർ പ്രിസം. കാണാമോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ട്രയാങ്കുലർ പ്രിസം. ഓക്കെ, കണ്ടോ, ഇതാണ് ഇവിടെ ആക്ച്വലി ഇതിൻ്റെ ഒരു ഫേസ് ആണ്. കണ്ടോ, ഒരു ഫേസ് ആണ് ഞാനിവിടെ ഫിഗറിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ട്രയാങ്കുലർ പ്രിസം. ഓക്കെ, ട്രയാങ്കുലർ പ്രിസത്തിന്റെ കേസിൽ 3 കോർണർ ആംഗിൾസും എന്ത് തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ അതിലൊരു കോർണർ ആംഗിൾ ഞാൻ ആംഗിൾ എ എന്ന് എടുത്തു. ദിസ് ആംഗിൾ എ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് പ്രിസം. ദെൻ PQRS എന്ന് പറയുന്നതാണ് നമ്മളെ ലൈറ്റ് റേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോഴ്സിൽ നിന്നും ഉള്ള ലൈറ്റ് റേ ഞാൻ ഇങ്ങനെ കൊടുക്കുക. അപ്പം PQ എന്ന് പറയുന്നത് ആക്ച്വലി ഇൻസിഡന്റ് റേ ആണ്. ഇൻസിഡന്റ് റേ ഈ ഒരു ഫേസിൽ തട്ടിയ ശേഷം അവിടെ എന്ത് സംഭവിച്ചു, റിഫ്രാക്ഷൻ സംഭവിച്ചു, ലൈറ്റ് റേ ഒന്ന് ചെറുതായിട്ട് ബെൻഡിങ് സംഭവിച്ചു. ദെൻ ബെൻഡ് ചെയ്ത റേ ദാറ്റ് ഈസ് QR എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ. ദെൻ ഈ ഒരു ഫേസിലെത്തിയ സമയത്ത് ഈ റിഫ്രാക്റ്റഡ് റേ വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ചു. വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് RS എന്ന് പറയുന്ന റേ ആയി. ഈ RS എന്ന് പറയുന്ന റേനെയാണ് നമ്മൾ എമർജന്റ് റേ എന്ന് പറയും. PQ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ, QR എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ആൻഡ് RS എന്ന് പറയുന്നത് എമർജന്റ് റേ. ഈ RS എന്ന് പറയുന്ന എമർജന്റ് റേയുടെ ബാക്കി നമ്മളിങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ലൈനിന് പാരലായിട്ട് താഴെ ഈ ഒരു Q എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയും പാരലലി ഒരു ഡോട്ടഡ് ലൈൻ കൊടുക്കുക. ദെൻ ഈ ഒരു ആംഗിൾ നമ്മൾ കണ്ടോ, ദാറ്റ് ഈസ് I. ഈ I എന്ന് പറയുന്ന ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഒരു ആംഗിൾ കണ്ടോ, ഈ ആംഗിളാണ് E. ആംഗിൾ ഇനെയാണ് നമ്മൾ എമർജന്റ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് നമ്മൾ പറയുക. ഇവിടെ AQNR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാഡ്രിലേറ്ററൽ.
സോ എ ക്യു എൻ ആർ എന്ന് പറയുന്ന ക്വാഡ്രിലേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോക്കിയേ, എ ക്യു എൻ ആർ എന്ന് പറയുന്ന ക്വാഡ്രിലേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. സോ ഈ ക്വാഡ്രിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാ? ആംഗിൾ എയും ആംഗിൾ എന്നും ദെൻ ആംഗിൾ ക്യൂവും ആംഗിൾ ആറും. സോ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി നമുക്ക് എഴുതാം. ദെൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇത് ഇക്വേഷൻ 1. ഇനി ഞാനെടുത്ത് ട്രയാങ്കിൾ ക്യു എൻ ആർ കൺസിഡർ ചെയ്യാൻ പോവാം. ട്രയാങ്കിൾ ക്യു എൻ ആർ. ഈ ട്രയാങ്കിൾ ക്യു എൻ ആർ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ട്രയാങ്കിളുടെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിൾ നോക്കിക്കേ, ക്യു എൻ ആർ, ഇവിടെ ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 പ്ലസ് ആംഗിൾ എൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരിക്കും. യെസ്, സോ ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു എന്താ? 180 ഡിഗ്രി. ഇത് ഇക്വേഷൻ 2. ദെൻ നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഇക്വേഷൻ 1 ആണ്. ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 പ്ലസ് ആംഗിൾ എൻ ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പം ഇവിടെ ആംഗിൾ എ ആണ്, ഇവിടെ ആംഗിൾ R1 പ്ലസ് R2 ആണ്. അപ്പം നമുക്ക് എന്തെന്ന് എഴുതാം? ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 ഈസ് ഈക്വൽ ടു ആംഗിൾ എ എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ 3. ദെൻ നമ്മൾ ട്രയാങ്കിൾ ക്യു ആർ എം, ഈ ഒരു ട്രയാങ്കിൾ ക്യു ആർ എം കൺസിഡർ ചെയ്യാൻ പോവുക. ട്രയാങ്കിൾ ക്യു ആർ എം. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ആംഗിൾ ഐ ആണെങ്കിൽ ഈ ഒരു ആംഗിളും ഐ തന്നെ ആയിരിക്കും. കാരണം എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതേപോലെ ഈ ഒരു ആംഗിൾ ഇ ആണെങ്കിൽ ഇവിടുത്തെ ആംഗിളും എന്ത് തന്നെ ആയിരിക്കും? ഈ തന്നെ ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നോക്കിക്കേ, ഇവിടെ R1 ആണ്. അപ്പം ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തം I1 ആണ്. അതിൽ ഇത്ര R1 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? I മൈനസ് R1. അതേപോലെ ഈ മൊത്തത്തിലുള്ള ആംഗിൾ E ആണ് അല്ലെ? ഇവിടുത്തെ ആംഗിൾ മാത്രം R2. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? E മൈനസ് R2. ഓക്കെ, അപ്പൊ നമ്മൾ ട്രയാങ്കിൾ QRM എടുത്തു. QRM. അപ്പൊ ഇവിടെ ഒരു സംഭവം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇവിടുത്തെ ഈ QRM എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഈ QRM എന്ന ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാ? I മൈനസ് R1ഉം E മൈനസ് R2. നമുക്ക് അതിനോട് ആഡ് ചെയ്യാം. I മൈനസ് R1 പ്ലസ് എന്താണ്? E മൈനസ് R2. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു I മൈനസ് R1 പ്ലസ് E പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് R2. ഇനി R1 R2 സെപ്പറേറ്റ് എടുക്കാം, ഐയും ഇയും സെപ്പറേറ്റ് എടുക്കാം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു I പ്ലസ് E മൈനസ് R1 മൈനസ് R2. ഡെൽറ്റ ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ. ഇവിടെ നോക്കിക്കേ, മൈനസ് R1 മൈനസ് R2. ഇതിൽ നമുക്ക് മൈനസിനെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് R1 പ്ലസ് R2. ഓക്കെ, ഇവിടെ നോക്കിക്കേടാ, ഇക്വേഷൻ 3 അനുസരിച്ച് ആംഗിൾ R1 പ്ലസ് R2 എന്ന് പറയുന്നത് ആംഗിൾ എ ആണ്. ഇപ്പം നമുക്കിവിടെ എന്തുണ്ട്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് R1 പ്ലസ് R2. ദെൻ R1 പ്ലസ് R2 നമുക്ക് ആംഗിൾ എ എന്ന് കൊടുത്തൂടെ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് R1 പ്ലസ് R2 എന്ന് വെച്ചാൽ ആംഗിൾ എ. ആംഗിൾ എ. ഇത് ഇക്വേഷൻ 4. ദെൻ നമുക്കൊരു കണ്ടീഷൻ പഠിക്കാനുണ്ട്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ഇത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയുകയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു സർട്ടൻ വാല്യൂ എത്തിയ ശേഷം ആ ഒരു പോയിന്റിൽ നിന്നും ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടുകയും ചെയ്യും. സോ അറ്റ് ദ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ I എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ആയിരിക്കും. R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R ആയിരിക്കും. ആൻഡ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു DM ആയിരിക്കും. DM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഇക്വേഷൻ 3 എങ്ങനെയാ മാറുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നോക്കൂ, നമുക്ക് R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R ആണ്. സോ ഇവിടെ R1നും R2നും നമുക്ക് എന്തിനെ കൊടുക്കാം? R തന്നെ കൊടുക്കാം, ബിക്കോസ് ദേ ആർ ഈക്വൽ. Then R plus R equal to A. Then 2R equal to A. R equal to A by 2. അതവിടെ കിടക്കട്ടെ.
ഇനി ഇക്വേഷൻ 4 നോക്കിക്കേ. ഇവിടെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് ആംഗിൾ എ. ഇവിടെ ഐ ഈക്വൽ ടു ഇ ആണ്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡി എം ആണ് അറ്റ് ദ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ. സോ ഡെൽറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി എം കൊടുക്കാം. സോ ഇക്വേഷൻ 4 എന്ന് പറയുന്നത് എങ്ങനെയാ ചേഞ്ച് ആവുന്നത്? ഡി എം ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ഇക്ക് പകരം ഐ എന്നെ കൊടുക്കാം. ഐ പ്ലസ് ഐ then minus a. Okay, then dm is equal to 2i minus a. 2i is equal to a plus dm. I is equal to a plus dm by 2. ഇപ്പൊ നമുക്ക് ഐ കിട്ടി, ആർ കിട്ടി. ഇത് നമുക്ക് ഇനി സ്നെൽസ് ലോയിൽ ഇട്ട് നോക്കാം. സ്നെൽസ് ലോയുടെ ഇക്വേഷൻ എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എൻ. ഇവിടെ നമുക്ക് ഐ കിട്ടി, ആർ കിട്ടി. ഈ ഐയും ആർ ഇവിടെ ഇട്ട് കൊടുത്തൂടെ? ദെൻ നോക്കിക്കേ, സൈൻ ഐ എന്ന് പറയുമ്പോൾ എ പ്ലസ് ഡി എം ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ ആർ. സൈൻ ആർ എന്ന് പറയുമ്പോൾ സൈൻ എ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ ഫോർ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം അല്ലെങ്കിൽ പ്രിസം ഫോർമുല എന്ന് പറയും. ഫൈനലി നമ്മുടെ റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ ഡെറിവേഷൻസും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നന്നായിട്ട് എഴുതി തന്നെ പഠിച്ചോ. എക്സാമിന് നല്ലൊരു മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അടിപൊളിയായിട്ട് പഠിച്ചോ, നല്ല ഉഷാറായിട്ട് പഠിച്ചോ. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. ദെൻ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.